പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഇന്ന് നാം സഭായോഗമായി കടന്നു വന്നു. എല്ലാവരും ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും എല്ലാവരുടെയും ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോടെ അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നല്ലോ. നാം ഇന്നോ എല്ലാവരും കൂടി ചേർന്ന് വായിച്ച ഭാഗം ഗലാത്യ ലേഖനം 5-ാം അധ്യായമാണല്ലോ. ആ 5-ാം അധ്യായത്തിൽ നിന്നും ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് സംസാരിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഒന്നാം വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവിടെ വ്യക്തമായിട്ട് നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. ആരാണ് നമ്മളെ സ്വതന്ത്രരാക്കിയത്? ക്രിസ്തു. ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. അപ്പൊ നമ്മൾ എവിടെ ആയിരുന്നു? നമ്മൾ അടിമനുഖത്തിലല്ലായിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാല്, വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ ലോകത്തിലുള്ള ജാതികളാണ്. നമ്മൾ ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികളാണിപ്പോൾ. അപ്പൊ നമ്മൾക്ക് ജാതികൾക്ക് പ്രത്യേകമായിട്ട് ഒരു പ്രമാണവും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ വിഗ്രഹാരാധികളായി മാറിയത്. എന്നാൽ ഇസ്രായേലിന് പ്രമാണമുണ്ടായിരുന്നു. ഇസ്രായേലിന് ഒരു ന്യായപ്രമാണം കൊടുത്തിരുന്നു. അവർക്ക് പുരോഹിതന്മാരെ കൊടുത്തു, അവർക്ക് ദേവാലയങ്ങൾ കൊടുത്തു, അവർക്ക് യാഗപീഠങ്ങൾ കൊടുത്തു, അവർക്ക് യാഗവസ്തുക്കൾ കൊടുത്തു. അപ്പൊ അവർക്ക് വ്യവസ്ഥ ഉള്ളവരായിരുന്നു. എന്നാൽ വ്യക്തമായിട്ട് പറയാണ്, ആ വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ എന്തായിരുന്നു, ഇപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അവിടെ വ്യക്തമായി പറയുന്ന ചട്ടങ്ങളും കൽപ്പനകളും ആയിരുന്ന ന്യായപ്രമാണം എന്ന ശത്രുത്വം കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശി മരണത്താൽ അത് നീക്കി. അതിനെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞിട്ട് ഇരുപക്ഷത്തെയും, അതായത് യഹൂദനെയും ജാതികളെയും ഒന്നാക്കിയിരിക്കുകയാണ്. യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിലുറച്ചു നിൽപ്പിൻ. വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് പോകാൻ പാടില്ല. വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തു നമ്മളെ സ്വതന്ത്ര